പലപ്പോഴും ആദ്യം ക്ഷമ ചോദിക്കുന്നത് തെറ്റ് ചെയ്തവർ ആയിരിക്കില്ല, നേരെ മറിച്ച് ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തുമാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. ഇടയ്ക്കിടയ്ക്ക് കണ്ണുനീർ തുടയ്ക്കുന്നതിനു പകരം നിങ്ങളുടെ കണ്ണുനീരിന് കാരണമായവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക. നോവ് മറച്ചുകൊണ്ടല്ല, നോവറിഞ്ഞ് ചിരിക്കണം. തളർന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് കരുത്ത് അറിയിക്കുവാനും. ജീവിതം എത്ര തിരക്കുള്ളതാണെങ്കിലും ബന്ധങ്ങൾ കൈവിടാതിരിക്കുക. അല്ലെങ്കിൽ തിരക്കുകൾ കഴിയുമ്പോൾ നാം ജീവിതത്തിൽ ഒറ്റപ്പെടും. നിങ്ങളെക്കൊണ്ട് കഴിയുമെന്ന് ചിന്തിച്ചാലും കഴിയില്ല എന്ന് ചിന്തിച്ചാലും രണ്ടും ശരിയാണ്. കാരണം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളായി തീരുന്നത്. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതിലും മികച്ച സാഹചര്യം കൺമുന്നിൽ എത്തുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നതാണ്. ചില വാക്കുകൾക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. പറഞ്ഞയാൾ മറന്നു പോകുമെങ്കിലും കേട്ടയാൾ മരിക്കുവോളം ഓർമ്മയിൽ സൂക്ഷിക്കും. എല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുറപ്പുള്ള ഒരാൾ നമ്മുടെ അമ്മയാണ്. അപവാദങ്ങളെ ഒരിക്കലും ഭയക്കരുത്. നമ്മളെ അതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇറങ്ങിത്തിരിച്ചവർ നിശബ്ദരാകും. സ്വയം തോൽക്കാതിരുന്നാൽ മതി. അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് വേദന മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. എന്നും എൻ്റേത് മാത്രമായിരിക്കണമെന്ന് കരുതിയിരുന്ന ചില ഇഷ്ടങ്ങൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതിലും വേദനയാണ് നഷ്ടപ്പെട്ട ഇഷ്ടം മറ്റൊരാൾക്ക് സ്വന്തമായി എന്നറിയുന്നത്. ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും മോശം കാര്യമാണ് തൻ്റെ പങ്കാളിയെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കുക എന്നത്. ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങുക. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. നിനക്കാണ് അഹങ്കാരമെന്ന് ഞാനും എനിക്കാണ് അഹങ്കാരമെന്ന് നീയും വിശ്വസിച്ചാൽ മനുഷ്യർക്കിടയിലെ തർക്കം എന്നും തീരില്ല. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ തേടരുത്. തനിച്ചാക്കപ്പെടുന്ന ഒരു ദിവസം അത് നിങ്ങളെ ഏകാകിയും ദുഃഖിതനുമാക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന മുൻകോപം മുൻപോട്ടുള്ള വഴികളിൽ തടസ്സം സൃഷ്ടിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. എത്രയും പ്രിയപ്പെട്ട ബന്ധമായാലും മാറ്റി നിർത്തപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു എന്നൊക്കെ തോന്നി തുടങ്ങുമ്പോൾ സ്വയം മാറിക്കൊടുക്കുക. നമുക്കുമുണ്ട് ഒരു വ്യക്തിത്വം. ആർക്കു മുന്നിലും പണയം വയ്ക്കപ്പെടാത്ത ആത്മാഭിമാനം തന്നെയാണ് ഒരാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ജയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല, എന്നാൽ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മികച്ചത് തന്നെ ചെയ്യുക. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക. മധുരമുള്ള വാക്കുകൾ എല്ലായ്പ്പോഴും ആത്മാർത്ഥമല്ല. ആത്മാർത്ഥമായ വാക്കുകൾ എല്ലായ്പ്പോഴും മധുരമുള്ളതല്ല. എന്നാൽ വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് എപ്പോഴും പ്രവൃത്തിയിലൂടെ വെളിവാകുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അവരുടെ പ്രവൃത്തിയിലൂടെ വിലയിരുത്തണം.